ചെയ്യുന്നു. ഇന്ന് ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ കൂട്ടിവരുത്തിയല്ലോ. ഈ മാസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവം നമ്മെ പരിപാലിച്ച കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാമത് വചനം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാമത് വചനം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. 14-ാം വാക്യം കൂടെ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നപ്പോൾ സകലതും ലാഭമായിരുന്നതൊക്കെ ഛേദമെന്നെണ്ണിക്കൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ വിജയനായി ലാക്കിലേക്ക് ഓടുവാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി അങ്ങ് കാണിച്ചു തരണമേ, മുന്നോട്ടുള്ള പാതയെ അങ്ങ് തെളിയിച്ചു തരണമേ. ഞങ്ങൾക്ക് മുമ്പായി കടന്നു ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കി, ഓ ഹല്ലേലൂയ, ഇരുമ്പോടാമ്പുള്ള ഖണ്ഡിച്ചു കളഞ്ഞ താമ്രവാതിലുകളെ തകർത്ത് മുന്നോട്ടുള്ള പാതയെ അങ്ങ് വിശാലമാക്കണമേ അപ്പച്ച. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോട് ദൈവം സംസാരിക്കുക, ഇടപെടുകയും ചെയ്യണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാൻ 14-ാമത് വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട്. ഇവിടെ അഭിഷക്തൻ ഓർപ്പിക്കുന്നത് പിമ്പിലുള്ളതിനെ മറക്കാൻ കഴിയാതെ മുമ്പിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. പണ്ടത്തെ ആള് പറയാറുണ്ട്, ഒഴുകിപ്പോയ വെള്ളത്തിൽ കട്ടയിട്ടിട്ട് ഒരു കാര്യവും ഇല്ല, അതിനെ തടുക്കാൻ കഴിയില്ല. ഒഴുക്ക് വരുന്നതിന് മുമ്പേ കട്ട കിട്ടിയത് അടയ്ക്കണം. നമ്മൾ പ്രാപിക്കുന്ന ദൈവകൃപ ഒഴുകിപ്പോകാതിരിക്കുവാൻ നമ്മുടെ മനസ്സിനെ, ശരീരത്തെ ശുദ്ധീകരിക്കുന്നതാണ് ശക്തമായ ആരാധന. സങ്കീർത്തന പ്രബോധനം അതിനെ ഉറപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവം പരിഹാരം തന്നിരിക്കുന്നുള്ള വിശ്വാസം. അത് കഴിഞ്ഞാണ് ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ ദൈവവചനം നമ്മുടെ ശുദ്ധ ഹൃദയത്തിൽ, ശുദ്ധമായ ഒഴിഞ്ഞ നിർമ്മല മനസ്സാക്ഷിയിൽ എഴുതപ്പെടണം. ദൈവവചനം ഹൃദയത്തിനകത്ത് എഴുതപ്പെട്ടാൽ അടുത്ത വിശുദ്ധ ദിവസം ദൈവവചനം കേൾക്കുന്നത് വരെ ആ വചനം ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാതെ തമ്പുരാൻ സൂക്ഷിക്കും. ഹല്ലേലൂയ. ലോകത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കെതിരെ കടന്നു വരുമ്പോൾ, അതെ, രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ, ഈ ആഴ്ചകളിൽ പലയിടങ്ങളിലും ഡെങ്കിപ്പനിയും അത് കൗണ്ട് കുറഞ്ഞ പനിയും ഒക്കെ ആയിട്ട്, എലിപ്പനിയുമായിട്ട് പലരും ആശുപത്രികളിലും ഭവനങ്ങളിലുമാണ്. ആശുപത്രികളിലൊന്നും കിടക്കാൻ സ്ഥലമില്ലാതെ വണ്ണം ഞെരുക്കത്തിലാണ്. ഒരിക്കലൊരു മാതാവിനെ ഞാൻ നോക്കിപ്പോകുമ്പോൾ അതിനകത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ വണ്ണം ആളുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ട്രിപ്പൊക്കെ കസേര, ഇരിക്കാവുന്ന കസേരയിൽ ആളുകളെ കിടത്തി ട്രിപ്പെടുത്തുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ സംരക്ഷിച്ച വിധങ്ങളെ ഓർത്താൽ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയുമോ? നമ്മളെ ആശുപത്രി കൊണ്ട് കിടത്താത്തത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് പകൽ ചിലതിനെ മറക്കാൻ, ഇന്നലകൾ ഒരുപാട് പരാധീനതകളും പ്രശ്നങ്ങളും അതേ വേദനകളും നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഒന്ന് മനഃപൂർവ്വം മറന്ന് ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് സംഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഹല്ലേലൂയ. അവിടെ അഭിഷക്തൻ ഓർപ്പിക്കുന്നു, പിമ്പിലുള്ളതിനെ ഞാൻ ഛേദമെന്നെണ്ണുന്നു. ഇന്നലകൾ എനിക്ക് ലാഭമായിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വേഗത്തിൽ വായിച്ചു വിടാം. 5-6 വാക്യങ്ങൾ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്യൻ,
പല കാര്യങ്ങളിലും തന്നെ ഉയർത്തി പറയാനായിട്ട് തനിക്ക് ലാഭകരമായി പ്രശംസിക്കാൻ വകയുള്ളതെല്ലാം അഭിഷക്തൻ പറയുന്നു. ഞാൻ ക്രിസ്തു നിമിത്തം അതെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഇന്ന് പകൽക്കാലം മുമ്പിലുള്ളതിനെ മറക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളിലുള്ളതിനെ മറക്കുവാൻ ആരും തയ്യാറാകുന്നു അവർക്ക് മാത്രമേ പുതിയത് അതെ പ്രാപിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാൻ ഒരിക്കലും എന്റെ അപ്പന് കഴിയുകയില്ല. പഴയ തുരുത്തി ഇന്ന് പകൽക്കാലം ആരൊക്കെ പുതുതാക്കുന്നുവോ അവർക്ക് വേണ്ടി ഒരു പുതിയ തുരുത്തിയിൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. വചനത്തിന്റെ ശക്തിയാൽ നമ്മുടെ തുരുത്തി നിറയത്തക്കവണ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ആവശ്യമുള്ളത് സ്വർഗത്തിന്റെ ദൈവം നമുക്കായി വേർതിരിച്ചിരിക്കുകയാണ്. അത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ ചിലതിനെ മറക്കുവാൻ, പഴയതിനെ പുറകിൽ എറിഞ്ഞു കളയുവാൻ തക്കവണ ആരും തയ്യാറാകുന്നു അവർക്ക് മാത്രമേ പുതിയത് പ്രാപിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇന്നലെ ധരിച്ചിരുന്ന ഉടുപ്പിട്ട ശേഷം ഒരു ഉടുപ്പ് കൂടെ പുറത്തിട്ടോണ്ട് പുറത്തിറങ്ങിയ ആളുകളെന്ന് പറയും അവന് ബുദ്ധിഭ്രമമുണ്ടെന്ന് പറയും. ആ പഴയത് മാറ്റിയിട്ട് മാന്യതയോടെ ഒരു ഉടുപ്പിട്ടോട് നടന്നാൽ ആളുകൾ അവനെ കളിയാക്കില്ല. എന്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയുന്നില്ല? പലതിനെ വലിച്ചെറിയുവാൻ, പഴയതിനെ വലിച്ചെറിയാൻ നമുക്ക് കഴിയുന്നില്ല. ഈ ആഴ്ചയിൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ച പ്രസംഗം ഞാൻ കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വചന വ്യവസ്ഥയിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നീ പണ്ട് പോയെടുത്ത് പോയി ആരാധിക്കാന്ന് കുറെ കൂടെ നല്ലത്. അവിടെ ഒരു നിയന്ത്രണമല്ല, നിനക്ക് ലോകം സുഖമായിട്ട് ജീവിക്കാം. നീ നേരെ നരകത്തിലേക്ക് ബുക്ക് ചെയ്തിരിക്കുകയല്ലേ. ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ പഥ്യവചനം അനുസരിച്ച് സ്വർഗരാജ്യത്തിൽ പോകാൻ ഒരുക്കപ്പെടണം. സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പഥ്യമൊക്കെ അനുസരിച്ചിടത്തോ പ്രയോജനം. ദൈവത്തിന്റെ വാക്കുകളെ വല്ലാതെ ചിന്തിപ്പിച്ചു. ശരിയല്ലേ? നമ്മൾ പലതും വേണ്ട എന്ന് പറഞ്ഞ് പലതും ഉപേക്ഷിച്ചിട്ടല്ലേ ഈ സത്യാരാധനയ്ക്കായി വേർതിരിക്കപ്പെട്ടത്? നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമാണെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ പലതും മറന്നേ പറ്റൂ. ആ പാരമ്പര്യം വിട്ടേ പറ്റൂ. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കെങ്ങനെ കഴിയും? രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും ദൈവരാജ്യത്തിന് വേണ്ടി വേർപെട്ടു എന്ന് പറയുന്ന പലരുടെയും കയ്യിൽ നിന്ന് പലതും ഇനി വിടാനുണ്ട്. മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ നീ പക്ഷെ വിശുദ്ധനായിരിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തിലെ ഏകാഗ്രമാണോ? ഇന്ന് പകൽ കർത്താവിന്റെ കാഹള ശബ്ദം മധ്യാകാശത്തിൽ കേട്ടാൽ എത്ര പേർ ഉറപ്പോടെ പറയും എനിക്കും പോകാൻ കഴിയുമെന്ന്? ലോകം നിന്നെ കുറിച്ച് 100 അപവാദം പറഞ്ഞോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് കർത്താവുമായുള്ള കണക്ഷൻ ഉണ്ടോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് തുടിക്കുന്ന ഹൃദയത്തോടെ നിന്നോടൊപ്പം ആയിരിക്കുന്നുവെങ്കിൽ നിന്നെ തൊടുവാൻ ഒരു ശക്തികൾക്ക് കഴിയുകയില്ല. ഞാനിവിടെ പ്രസംഗിക്കുന്ന ആ പ്രസംഗം ഇതിലൂടെ ലൈവ് ചെയ്യുകയാണ്. അനേകർ കാണുവാൻ തക്കവണ്ണം ഈ മൊബൈലിനകത്തൊരു സിം കാർഡ് ഉണ്ട്. ആ സിം കാർഡ് അതിനകത്ത് ഇല്ല എങ്കിൽ ഇത് ലൈവ് ചെയ്യാൻ കഴിയില്ല. ആ ആക്ടിവേഷൻ ആയിട്ട് ആ സിം കാർഡ് ചലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഈ പ്രോഗ്രാം പുറത്തോട്ട് പോവുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ആജ്ഞയെ അതിങ്ങനെ അണഞ്ഞു പോയാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയില്ല. അതിങ്ങനെ ആളി കത്തിക്കൊണ്ടേയിരിക്കണം. ഓരോ നിമിഷവും അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കണം. കത്തിക്കൊണ്ടിരിക്കുന്ന തീയെ തൊടാൻ ജീവനുള്ള ഒരു പ്രാണിയും തയ്യാറാകയില്ല. ഉലകത്തിലെ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയാതിരിക്കണമോ? നിന്റെ അകത്ത് കത്തിയ ആ തീ ആളി കത്തുവാൻ എത്ര പേരുടെ ഹൃദയത്തിനകത്താണ് ആ പരിശുദ്ധാത്മാവിന്റെ തീ ആളി കത്തുന്നത്? നിന്നെ തൊടുന്നവൻ അപ്പന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നുവെന്ന് സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു. ചിലതിനെ വിട്ടുകളയുവാൻ, ചിലതിനെ മറക്കുവാൻ, ചിലതിനെ ഉപേക്ഷിക്കുവാൻ ആരും തയ്യാറാകുന്നു. അവരോടൊപ്പം എന്റെ കർത്താവുണ്ട്. ഇന്ന് പകൽ ഓ ഹല്ലേലൂയ, ഇന്നലെ ലാഭമെന്ന് നിനക്ക് ഈ കരുതിയ സകലത്തെ വിട്ടുകളയുവാൻ ക്രിസ്തു നിമിത്തം
ചില ജീവിതങ്ങളെ പണിയുക. ചില നിരാശകൾ മാറട്ടെ, ചില ഭാരങ്ങൾ മാറട്ടെ, ചില വേദനകൾ മാറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വീര്യപ്രവർത്തികളുടെ ദൈവം. രാത്രിയും പകലും അധ്വാനിച്ചിട്ട് വെളിയിൽ നിന്നൊരു ചായ പോലും കുടിക്കാതിരുന്നിട്ടും നിന്റെ ഭവനത്തിനകത്ത് അനിശ്ചിതമാകുന്നില്ലേ? ഏതൊക്കെ വിട്ടുകളയാൻ ഇനിയുമുണ്ട്. എന്താണെന്ന് ശോധന ചെയ്യണം. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഭവനത്തിനകത്തുള്ള അനിശ്ചിത മാറുന്നില്ലെങ്കിൽ, ഭവനത്തിനകത്തുള്ള പ്രതിസന്ധികൾ മാറുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എന്തേ വിടുതൽ ലഭിക്കാതിരിക്കുന്നത്? നമ്മുടെ ജീവിതം ശോധന ചെയ്യാൻ കഴിയണം. പണ്ട് ഞാൻ വിട്ടുവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 8-ാം വാക്യം ഒന്ന് വായിക്കാം. അത്രയുമല്ല കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തു നിമിത്തമാണ് പലതും വിട്ടത്. ക്രിസ്തുവിനെ നേടേണ്ടതിന്, ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ, അതിനാണ് പലതും വിട്ടത്. പക്ഷേ ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്റെ അകത്ത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനം പൊങ്ങി വരുന്നിടത്തോളം, അത് ജീവൻ പ്രാപിക്കുന്നിടത്തോളം ഇപ്പോഴും ഞാൻ ഛേദമെന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഒരുക്കമാണ്. കഷ്ടതയില്ലേ, വേദനയില്ലേ, പ്രതിസന്ധിയില്ലേ, ഞെരുക്കമില്ലേ, ഇതൊക്കെ സകല മനുഷ്യനും, ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യനുമുണ്ട്. ശക്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ അടുത്ത വ്യക്തിപരമായി ചോദിച്ചു നോക്ക്. കോടികളുടെ ബാധ്യത അവർക്കുണ്ട്. പക്ഷെ എങ്കിലും അവരെ ദൈവം നടത്തുന്നു. ഇന്നലകൾ നഷ്ടങ്ങളിലേക്ക് നോക്കാതെ എങ്ങനെ ലാഭകരമാക്കി തീർക്കാം. അതുകൊണ്ട് അഭിഷേകൻ ഓർപ്പിക്കുന്നു, ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ഛേദമെന്ന് ഒരിക്കൽ എണ്ണി എന്നല്ല, പിന്നെയോ ഇപ്പോഴും ഞാൻ എണ്ണിക്കൊണ്ടേയിരിക്കുക. ഇപ്പോഴും ഞാൻ ഓരോ ദിവസവും ഞാൻ ഇപ്പോഴും ഛേദമെന്ന് എണ്ണുന്നു. ഒരിക്കൽ എണ്ണി എന്നല്ല, ഒരിക്കൽ മാനസാന്തരപ്പെട്ടെന്നല്ല, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടുവെന്നല്ല, ഇപ്പോഴും ഞാൻ മാനസാന്തരപ്പെട്ടുക രക്ഷിക്കപ്പെട്ട അനുഭവത്തിന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഉറപ്പ്. ആ ഒരു ട്രാക്കിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഏത് പ്രതിസന്ധികളിൽ നിന്നും കർത്താവ് വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, കർത്താവ് എന്റെ അവസ്ഥ ദൈവം കാണുന്നില്ലയോ, എന്റെ അവസ്ഥ ദൈവം അറിയുന്നില്ലയോ? ഒരു സംഭവം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു. കുടുംബത്തിലെ ബാക്കി മുഴുവൻ ആളുകളും എതിരായി. അവനെ വീട്ടിൽ നിന്ന് സഹായിപ്പാനില്ല, വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി, 1 സെന്റ് ഭൂമി പോലും കൊടുക്കയില്ലെന്ന്. ആ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ അത് വളർന്നു, അധ്വാനിച്ചു, സ്വന്തമായി ഒരു വീടൊക്കെ വെച്ച് വിവാഹത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. അപ്പൊ വീട്ടുകാര് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെന്തക്കോസ്ത് പള്ളിയിലെ പെൺകുട്ടിയെ തന്നെ കല്യാണത്തിന് തീരുമാനിച്ചു. വിവാഹത്തിന്റെ അന്ന് രാവിലെ ആ പെൺകുട്ടി വേറൊരു പുരുഷനോട് ഇറങ്ങിപ്പോയി. എത്ര പേർക്ക് സഹിക്കും? പക്ഷേ ആ സഹോദരന്റെ വ്യക്തിപരമായി സംസാരിച്ച അദ്ദേഹം പറയും, കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ പോയില്ലല്ലോ, എനിക്ക് വേറെ കല്യാണം കഴിക്കാം. നമ്മൾ എത്ര പേരാണ് സഹിക്കും? നമുക്ക് വിശ്വാസം വേണ്ട, ഇനി പ്രാർത്ഥനയും വേണ്ട, ആരാധനയും വേണ്ട എന്ന് പറഞ്ഞ് നമ്മള് വീട്ടിനകത്ത് കയറി ഇരിക്കില്ലേ കഥവും കൂട്ടി? പക്ഷെ ആ സഹോദരന്റെ സാക്ഷ്യം അവിടെയല്ല. വിവാഹം കഴിഞ്ഞ ശേഷം പോയെങ്കിൽ ഞാൻ ആകെ ഭാരപ്പെടുമായിരുന്നു. വിവാഹത്തിന് മുമ്പേ പോയല്ലോ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല, എന്റെ കർത്താവ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായി തരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാം നന്നായിരിക്കണം നമ്മുടെ ചിന്ത. ഇല്ല, കഷ്ടതയും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നലകളുള്ളതിനെ മറക്കാൻ കഴിയുമോ? ഇന്നലകളുള്ളതായ അതെ, അത് നമ്മൾ ഉയർത്തിയിരിക്കുന്നിടത്തോളം കർത്താവിന് പുതിയത് ചെയ്യാൻ കഴിയില്ല. അഭിഷേകൻ ഓർപ്പിക്കുന്നു, പിമ്പിലുള്ളതിന് മറക്കുക, മുമ്പിലേക്ക് ആഞ്ഞു ഓടുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലക്ഷ്യം തെറ്റാതെ ഓടണമോ, നീ പിമ്പിലുള്ളത് മറന്നേ മതിയാവും.
കർത്താവിനെ കൈക്കൊണ്ടതിന്റെ പേരിൽ നീ അനുഭവിച്ച നിന്ദയും പരിഹാസവും കഷ്ടതയും ഒറ്റപ്പെടുത്തലും അതെല്ലാം എന്റെ കർത്താവിന് അറിയാം. പക്ഷെ ഒരു ദിവസം എന്റെ കർത്താവ് നിന്നെ ഉയർത്തും. ഇത് തല ഉയർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. രക്ഷിക്കപ്പെട്ട നാളിലെ വിശ്വാസം കുറഞ്ഞു പോകരുത്. ദൈവം നടത്തുവാൻ ശക്തനെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമായതനെ ഒരു സുവിശേഷം ചെയ്യുന്ന സഹോദരനോട് ഞാൻ പറഞ്ഞു, സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കമാണ്, ഞാൻ എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ പോകുന്നു. ഞാൻ ചോദിച്ചു, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? അപ്പോൾ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട്, ശുശ്രൂഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ നേരം വെളുത്തോണ്ട് ഉറങ്ങും. ഞാൻ പറഞ്ഞു, അത് പോരാ, നീ വെളുപ്പിനെ എഴുന്നേക്ക, ഒരു 3 മണിക്കൂർ ദൈവസന്നിധി മുട്ടുമടക്ക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് അന്നന്നത്തേക്ക് ആവശ്യമുള്ള അന്നന്ന് തരാമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, അതെ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മരുഭൂമി ദൈവം മഞ്ഞ വർഷിപ്പിച്ചു. അധികാലത്തെ മഞ്ഞു മാറുമ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തർ ആവശ്യമുള്ളത് അവൻ അന്നന്ന് മറക്കണം. എന്താ? മടിയന്മാരായി തീരാതിരിക്കാൻ. പലരും 2 ദിവസത്തേക്ക് ഒരുമിച്ച് മറക്കി അടുത്ത ദിവസം നേരം വെളുത്തോടെ കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് അവൻ പട്ടിണി കിടക്കേണ്ടി വന്നു. ഈ പട്ടിണി കിടക്കുന്നുവെങ്കിൽ അന്നത്തെ മഞ്ഞ പറക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. അത് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ ഓരോ ദിവസവും അന്നത്തേക്കുള്ള ദൈവസന്ന് പ്രാപിക്കുവാൻ ദൈവസന്നി മുട്ടുമടക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ കുടുംബമാകുമ്പോൾ 20 മിനിറ്റ് പ്രാർത്ഥിക്കണം. ഒരു കുഞ്ഞു ജനിച്ചാൽ 30 മിനിറ്റ് പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥനാനുഭവം വളരുന്നില്ലെങ്കിൽ എങ്ങനെ നന്മയാൽ നിന്ന് നിറയ്ക്കാൻ കഴിയും? ഇന്ന് പകൽ പിമ്പിലുള്ളതിനെ മറക്കുവാൻ കഴിയുമോ? മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു വലിയ വിടുതലുണ്ട്, വലിയൊരു നന്മയുണ്ട്. ഒരു ദൈവപൈതൽ സകലതും വിട്ടിറങ്ങിയാൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യം, ആ ദൈവരാജ്യത്തെ കുറിച്ച് വെളിപ്പാട് കിട്ടിയ ആ ക്രിസ്തുയേശു പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവിനെ അനുഗമിക്കുവാൻ, യഥാർത്ഥമായി അനുഗമിക്കുവാൻ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗമുണ്ട്. വെറുതെ വന്ന് യാന്ത്രികമായി ആരാധിച്ചു പോകുന്നവരാകരുത് നമ്മൾ. ഓരോ വിശുദ്ധ ദിവസവും ഒരാഴ്ചത്തേക്കുള്ളത് പറക്കിയെടുത്തിട്ടേ പോകാവൂ. അത് ഹൃദയത്തിനകത്ത് ശത്രു പറക്കിക്കൊണ്ടുപോയാൽ നിന്റെ ജീവിതം ശൂന്യമാണ്. ഓരോ വിശുദ്ധ ദിവസത്തിലും നമ്മൾ കൂടി വരുമ്പോൾ മറ്റാൾക്ക് എല്ലാ ദിവസവും വരാൻ എല്ലാവർക്കും കഴിയില്ല. അവിടെ ഉപജനമാർഗത്തിന്റെ മേഖലകളുണ്ട്. ഒരാഴ്ചയിൽ ഒരു 45 മിനിറ്റ് 50 മിനിറ്റ് ആണ് ദൈവവചനം കേൾക്കുന്നത്. അത്രയെങ്കിലും പറക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു, ഒരാഴ്ച വട്ടം പിശാചിനെ തൊടാൻ കഴിയില്ല. പക്ഷെ ഹൃദയത്തിനകത്ത് പലതും മറക്കാൻ കഴിയണം. ദൈവവചനത്തെ അത് പ്രതിഷ്ഠിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെയെങ്കിൽ മാത്രമേ. അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവരിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് ആ ക്രിസ്തുവിനെ ലഭിക്കേണ്ടതിനും ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയും പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും മക്കളുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കണമോ? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ആചരിക്കണം. ഒരു മരണമില്ലാതെ ഒരു ഉയർപ്പില്ല, ഒരു കഷ്ടതയില്ലാതെ ഒരു സന്തോഷമില്ല. ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്യുന്നത്, അതെ, ആ വൈകുന്നേരം അവന്റെ കൂലി കൈ കിട്ടുമ്പോൾ ആ പകൽക്കാലത്തെ വേദന മുഴുവൻ മറക്കും. അല്ലേ? ഒരു സഹോദരി
9 മാസം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഏറ്റവും കൂടിയ വേദന ഒരു കുഞ്ഞിനെ ഒരു അമ്മ ദാനം ചെയ്യുമ്പോഴുള്ള വേദന എന്നാണ് ലോകം വരെ സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ എത്ര കൊടിയ വേദന അനുഭവിക്കേണ്ടി വന്നാലും ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അമ്മയുടെ സകല വേദനകളും മറക്കും. ക്രിസ്തുവിനെ നേടുവാൻ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ പഴയത് മറന്നേ മതിയാവൂ, പഴയത് വെട്ടേ മതിയാവൂ. അത് എത്ര ലാഭകമായിരുന്നാലും അത് ഛേദമെന്നെണ്ണുവാൻ നമുക്ക് കഴിയണം. എന്താ? കർത്താവിനെ കൂടാത്തതൊന്നും എനിക്ക് വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്കാണ് ഉറപ്പുള്ളത് കർത്താവിനെ എനിക്ക് വേണം, ഞാനിന്ന് എന്റെ കർത്താവിനെ കൊണ്ടേ പോലെയുള്ളൂ? ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് കൊടിയ വേദനയ്ക്കും ആശ്വാസം നൽകുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇന്നലെ ഞാൻ ഒരു സുഹൃത്തുമായിട്ട് ഒരു കടയിൽ സാധനം വാങ്ങാൻ പോയി. 20,750 സാധനം വാങ്ങി. അദ്ദേഹം കാശ് കൊടുത്തു, ബാക്കി പൈസ ആ ക്യാഷ് തിരിച്ചു കൊടുത്തു. രാത്രി ഇവിടെ പ്രാർത്ഥിക്കാൻ വിട്ട് കിടക്കുമ്പോൾ ആ കടയിൽ നിന്ന് ഒരു ഫോൺ കോൾ, 2-3 ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ എടുത്തു. ഞാൻ എന്താ കാര്യം? അവർ പറഞ്ഞു, അതെ, ഒരു 10,000 രൂപ കുറച്ചാണ് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയത്. നമുക്ക് ക്യാഷറാക്കി നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ അത് എണ്ണി എടുക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ തരാൻ വിളിച്ചു നോക്കി. ചിലപ്പോ മീറ്റിംഗിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ സഹോദരനെ രാത്രി വിളിച്ചു. എന്നെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതെ, ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എണ്ണി നോക്കിയപ്പോൾ 10,000 രൂപ അധികം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തു. ഞാൻ പറയട്ടെ, നമ്മളെല്ലാ മേഖലകളിലും വിശ്വസ്തരായി. ദൈവത്തിന് ഇത് പലിശക്കെടുത്തിട്ടാണ് പൈസ കൊണ്ടുവന്നത്, സാധനമല്ല. ഒരു വീട് പണിയുടെ അവസാനത്തെ പണിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞത്, ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യപ്രവർത്തികളുടെ ദൈവമാണ്. ദൈവത്തിന് അസാധ്യമെന്നൊരു പദമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവ് പറയുന്ന 2-3 പേർ ഒരു മനസ്സോടെ എവിടെ കൂടി വന്നാലും ആ ഇവിടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന്. അങ്ങനെ നിശ്ചയമായും നിങ്ങൾ വരും മുമ്പേ അപ്പനിവിടെ വന്നിട്ടുണ്ട്. തങ്ങൾ ഏകാഗ്രതന്മാരായിരിക്കുന്നവരുടെ മേൽ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുക. ആ കർത്താവിന്റെ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ കഴിയില്ല. നിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നോട് കൂടെ വരുന്ന കർത്താവ്, നിന്റെ ഉപജീവന മാർഗത്തിന്റെ മേഖലയിൽ കൂടെ വരുന്ന കർത്താവ്, ബിസിനസ് മേഖലയിൽ കൂടെ ഇരിക്കുന്ന കർത്താവ്, യാത്രയിൽ കൂടെ ഇരിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിനെ കൂട്ടിയല്ലാതെ ഒരു വ്യക്തിയും മടങ്ങിപ്പോകരുത്. യേശുവിനെ നേടുവാൻ, ക്രിസ്തുവിനെ നേടുവാൻ, അതെ, ഞാൻ പലതും ഛേദമെന്ന് എണ്ണി. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ദൈവരാജ്യമാണെങ്കിൽ ആ കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കാതെ ഞാൻ സൂക്ഷിക്കുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധിയിൽ തളർന്നു പോകാൻ അനുവദിക്കുകയില്ല. ഏതെല്ലാം മേഖലയിൽ നിന്നെ തകർക്കുവാൻ നോക്കിയാലും അതെ, ശത്രു തകരുന്നതല്ലാതെ നിന്നെ തകർക്കാൻ പിശാചിന് കഴിയില്ല. പിശാചും നോക്കുമ്പോ അവൻ കത്തണം. നമ്മുടെ അകത്ത് ആത്മാവിന്റെ തീയാളി കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒന്നിലധികം അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ടോ? പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ബഹളമുണ്ടാക്കുന്ന ഭവനത്തിലേക്ക് ഞാനിതാ വരുന്നു എന്ന് ഇവിടുന്ന് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അവിടെയുള്ള അന്ധകാര ശക്തി വിട്ടുപോയ അനുഭവം എനിക്ക് പറയാനുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ ഭവനത്തിനകത്ത് പിശാച് മാറുന്നില്ല? പിശാചിന് അവകാശമുള്ളത് എന്തോ നിന്റെ ഭവനത്തിനകത്തുണ്ട്. ഇന്നോലെ വലിച്ചെറിയാൻ തയ്യാറാകണോ? എന്താണ് നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെന്തോ, അത് പിശാചിന് സ്വാതന്ത്ര്യമുള്ള ഏതോ കണിക നിന്റെ അകത്തുണ്ടെങ്കിൽ അതിനെ വലിച്ചെറിയാൻ തയ്യാറാകണം. ഒരിക്കൽ ഞാൻ ഇവിടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ആലയത്തിലായിരുന്നപ്പോൾ ഒരു ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന വെച്ചു. അന്ന് കുറ്റിച്ച ജോയ്മറിനെയും കൂടെ ആ ഭവനത്തിലെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു.
ആ ദേവദാസൻ അന്നപടം പറഞ്ഞു, ഈ ഇടതുവശത്തെ ഹാളിന്റെ ഇടതുവശത്തെ മുറിക്കകത്ത് നിങ്ങൾ വിളക്ക് വയ്ക്കാറുണ്ടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, ഞങ്ങളും പള്ളിയിലെ വലിയ ആളുകളാണ്, അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞു. എത്ര പ്രാർത്ഥിച്ചിട്ട് വിടുതൽ വരുന്നില്ല. ഭവനത്തിലെ മാതാവ് ഇങ്ങനെ പിശാച് വന്ന് ആടി നിൽക്കുക. സാധാരണ അങ്ങനെ വെളിപ്പെട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് വിട്ടുപോകും. ഇത് വിട്ടുപോകുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു 9:30 മണി വരെ ആയപ്പോൾ ഞങ്ങളെല്ലാം തളർന്നു. ആ ദൈവദാസൻ എന്നെയും വിളിച്ചുകൊണ്ട് ആ മുറിക്കകത്തോട്ട് കയറി. ഒരു യേശുക്രിസ്തുവിന്റെ മണ്ണ് കൊണ്ടുള്ള പ്രതിമയുടെ താഴെ ഒരു വലിയ ഹോള്, എന്താ വൈകുന്നേരം തിരി കത്തിച്ച് വയ്ക്കുന്ന ഹോള്. അതിന് ചില കുറ്റികളും അതിനകത്ത് ഇരിപ്പുണ്ട്. ആ കുടുംബനാഥനെ വിളിച്ചു, നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞ എന്താ? ഇത് എടുത്തു മാറ്റണം, നിങ്ങൾക്ക് പേര് ഞാൻ ക്രിസ്ത്യാനിയാ. അദ്ദേഹം പറഞ്ഞു, ദേവദാസൻ പറഞ്ഞു, നിങ്ങളിത് എടുത്തു മാറ്റി ഞങ്ങളിത് എടുത്തു മാറ്റും. ഞങ്ങളിവിടെ വന്നത് കർത്താവ് അയച്ചിട്ട്, കർത്താവ് അനുവദിക്കാൻ കൂടെ വരാൻ പറ്റില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. ആ ദേവദാസനെ എന്നെ വലിച്ചെടുത്ത് ഉടച്ചു കളഞ്ഞു, വെളിയിൽ കൊണ്ടിട്ടു. ഉടച്ചു കഴിഞ്ഞപ്പോ ഈ അമ്മായിയുടെ മേലുള്ള പിശാച് സത്യം ചെയ്യാൻ തുടങ്ങി. ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആ വീട്ടിലെ അമ്മയ്ക്ക് പേടി, എന്റെ ഭാര്യയാവുന്ന അവർ കൂട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. ഞാൻ പറഞ്ഞത്, എന്തൊക്കെ വിടാനില്ലേ നിന്റെ കുടുംബത്തിൽ, എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ വിടാനില്ലേ? നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പലതും എന്റെ ജീവിതത്തിന്റെ വിടുതലിന് തടസ്സമാണ്. എന്തൊക്കെയോ നീ ഇനിയും ഒളിപ്പിച്ചു വെച്ചേക്കല്ലേ? പണ്ട് കാലത്ത് ആരെങ്കിലും പറഞ്ഞ വേദന ഹൃദയത്തിനകത്ത് മുറിവേറ്റിരിക്കുകയാണോ? ഇന്ന് പകരം മറക്കുവാൻ കഴിയണം. അത് മനസ്സോടെ മറക്കാൻ കഴിഞ്ഞാലേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. പിൻപിലുള്ളതിനെ മറക്കാൻ കഴിയുമോ? ഹൃദയത്തെ ദൈവം ശുദ്ധീകരിക്കട്ടെ. പിൻപിലുള്ളത് മറന്ന് അത് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മുടെ ലക്ഷ്യം തെറ്റാതെ ഓടി നമുക്ക് ലാക്കിലേക്ക് ലക്ഷ്യത്തിലെത്തണമോ? നമ്മളിപ്പോ ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് വെക്കുമ്പോൾ പുറകിൽ നിന്ന് ആരോ പുറകിലേക്ക് വലിക്കുകയല്ലേ? എന്താണ് പുറകിലേക്ക് വലിക്കുന്നതെന്ന് നിങ്ങൾ ശോധന ചെയ്യണം. അത് വ്യക്തിപരമായ കാര്യമാണ്. ഭർത്താവ് ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് ഭാര്യയ്ക്ക് ആ വിടുതൽ അനുഭവിക്കാൻ കഴിയില്ല. വ്യക്തിപരമായി ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവവചനം മുമ്പിൽ ശോധന ചെയ്യണം. ഇന്നലകളിലുള്ളതൊക്കെ വിട്ടുകളയാൻ കഴിയാത്തടത്തോളം കാലം കർത്താവിന് പുതിയത് ചെയ്യാൻ കഴിയില്ല. 45-ാം സങ്കീർത്തനം അതിന്റെ 10-11 വാക്യങ്ങൾ. 45-ാം സങ്കീർത്തനം 10-11 വാക്യങ്ങൾ. അല്ലയോ കുമാരി, കേൾക്കാം, നോക്കുക, ചെവി ചായ്ക്കാം. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ. ഇവിടെ നമ്മുടെ നാഥൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിന് എന്റെ സൗന്ദര്യത്തിൽ ആനന്ദിക്കാൻ കഴിയാത്തത് എന്താ? പലതിനെയും മറക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ തേജസ് പ്രാപിച്ച ദൈവമക്കൾ ആ സൗന്ദര്യത്തിൽ എന്റെ കർത്താവ് ആനന്ദിക്കണം. നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതമല്ല ദൈവം ആഗ്രഹിക്കുന്നതോ, നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ജ്വലനമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയമിടിപ്പ് പോലും മനസ്സിലാക്കുവാൻ കഴിയുന്നവനായി നമ്മുടെ അടുക്കലുണ്ട്. ഇന്ന് പകൽ നമ്മൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പരിഹാരം വരുവാൻ, ചില എതിർപ്പുകളെ കീറിക്കളയുവാൻ, അതെ, ഹൃദയത്തിനകത്ത് എഴുതി വെച്ച ചിലതിനെ മായിച്ചു കളയുവാൻ, കീറിക്കളയുവാൻ ആര് തയ്യാറാകുന്നോ അവർക്ക് വേണ്ടി പുതിയത് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. അവരുടെ വിവാഹത്തിന് വായിക്കുന്ന സങ്കീർത്തനമാണിത്. ഒരു മണവാട്ടിയോട് പറയുന്ന ദൂതാണ്. നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടിമാരാണ്. ക്രിസ്തുവിന്റെ മണവാട്ടികളായ നമ്മൾ പഴയ പാരമ്പര്യത്തെ മറക്കാൻ കഴിയാത്തടത്തോളം ദൈവരാജ്യത്തിലെ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ ദൂത്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 62-ാമത് വാക്യം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 62-ാമത് വചനം.
യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകും. അത് പാസ്റ്ററായാലും ശരി, വിശ്വാസിയായാലും ശരി, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അത് കലപ്പയോട് ഉപയോഗിച്ചിരിക്കുന്നത്, കലപ്പ ഉഴാൻ നിൽക്കുന്ന മനുഷ്യൻ കലപ്പ നേരെ പിടിച്ചില്ലെങ്കിൽ വയലിന്റെ ഉഴവ് ശരിയാകുകയില്ല. ചിലയിടത്തൊക്കെ കട്ടകൾ ഇങ്ങനെ തന്നെ ഇരിക്കും. വയലുഴുന്ന മനുഷ്യന്റെ ജോലി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന നെല്ലിന്റെ കുറ്റിയെ ഉഴുതു മറിക്കുക, അത് മുകളിലുള്ളത് അടിയിലാക്കണം, അതിന്റെ വേര് വരെ. ആ കലപ്പയുടെ ആഴത്തിൽ അതിന്റെ എൻഡ് പോകുമ്പോൾ അതുവരെയുള്ള മണ്ണ് ഇളകി ആ നെല്ലിന്റെ മൂടോടുകൂടെ അടിയിലേക്ക് ആക്കുകയാണ് ഉഴുന്നത് കൊണ്ട് ഉപയോഗം. കലപ്പ പിടിക്കുന്ന മനുഷ്യൻ അത് നേരെ പിടിച്ചില്ലെങ്കിൽ അല്പം മാറിപ്പോയാൽ മൂട് അവിടെ ഇരിക്കും, അപ്പുറത്തെ മണ്ണ് ഇളകി ഇതിന്റെ പുറത്ത് വീഴും, അടുത്ത് നെല്ലുണ്ടാകുകയില്ല. അതിന്റെ പുറകെ ഒരു മരമടി വരും. മരമടിച്ചോണ്ട് വരുമ്പോൾ ഈ മരം ഇവിടെ വന്ന് തടയും. എന്താ കാര്യം? ഈ ഇളകാത്ത കുറ്റി അതിനകത്തുണ്ടെങ്കിൽ. കൃഷിക്കാരോട് ചോദിച്ചാൽ അറിയാമത്. ആ ഉഴുന്ന മനുഷ്യൻ നേരെ കൽപ്പ പിടിക്കാൻ അറിയാത്തവനാണെങ്കിൽ അവനെ കൊണ്ട് ഉഴുതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ വാക്കുകളാണ്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം ലോകത്തിലേക്ക് നോക്കിയാൽ, നീ പുറകോട്ട് നോക്കിയാൽ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. ദൈവരാജ്യത്തിന്റെ ഉഴവുകാരാണ് നമ്മൾ. ആ ദൈവരാജ്യത്തിന്റെ കലപ്പയ്ക്ക് പിടിച്ച വിശ്വാസികളാണ് നമ്മൾ. നമ്മൾ ശരിയായിട്ട് ഉഴുതാൽ അടുത്ത 100 പേര് ഫലം കിട്ടും. ഇത് കണ്ടിട്ട് അനേകർ ഈ ദൈവരാജ്യത്തിലേക്ക് വരും. ഹല്ലേലൂയ. നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വലിയ വാഴക്കൊല നിൽക്കുന്നു കൊണ്ട് നോക്കിയേ കണ്ടാൽ ചിലരൊക്കെ ചോദിക്കും, ഈ വാഴക്കൊല എവിടെ നിന്നാ വാങ്ങിയത്? എന്താ കാര്യം? എന്റെ വീട്ടിൽ ഇതുപോലെ ആ കൊല വേണം അല്ലേ, ആഗ്രഹിച്ചിട്ടല്ലേ വാങ്ങുന്നത്, അസൂയ കൊണ്ടിട്ടല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനോട് പറഞ്ഞു, എന്റെ പിതാവിന് ധാരാളം കൊടി ഉണ്ടായിരുന്നു, വെറ്റക്കൊടി. വെറ്റക്കൊടിയുടെ സൈഡിൽ നിൽക്കുന്ന കപ്പ വാഴയുടെ കൊല എന്നെക്കാളും നീളമുള്ളതായിരിക്കും. അവിടെ വെച്ച് തന്നെ 2ആയിട്ട് മുറിച്ചിട്ടാണ് ചുമട്ടുകാര് ചുമന്നുകൊണ്ട് കടയില്. അതിനുവേണ്ടി ഒരു വളവും ചെയ്യാറില്ല. പക്ഷെ അതിന്റെ വേര് മുഴുവനും ഈ കൊടിപ്പാത്തിയുടെ ഇടയിലായിരിക്കും. കൊടിക്ക് വെക്കുന്ന വളം മുഴുവൻ എടുത്തിട്ട് ഈ കപ്പക്കൊല നന്നായിട്ട് വളരും. ആ കപ്പവാഴയെ ഒരു കന്ന് വെട്ടിയെടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ട് നട്ടാൽ അതുപോലെ കൊല കിട്ടില്ല. എന്താ കാര്യം? അതിന്റെ വേര് അതേ കൊടിത്തോട്ടത്തിനകത്ത് കിട്ടുന്ന അത്രയും എല്ലാ ദിവസവും അതിന് വെള്ളം കോരി കൊടിത്തോട്ടത്തിന് ഏറ്റവും നല്ല വളം അതിനകത്ത് ഇടും. അതെല്ലാം അതിന്റെ പരിചരണം മുഴുവനും അനുഭവിച്ചു വളരുന്ന കപ്പവാഴയിൽ ഏറ്റവും വലിയ കൊല കൊടുക്കും. നമുക്ക് ഫലം കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 15:16 പറയുന്നത്, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ നിലനിൽക്കേണ്ടത്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, ആ ഫലം നിലനിൽക്കേണ്ടത്. നമ്മൾ പോകുന്നിടത്തൊക്കെ ഫലം കായ്ക്കണമോ, ആ ക്രിസ്തുവുമായുള്ള വേരറ്റ് പോകരുത്, ക്രിസ്തുവുമായുള്ള ബന്ധം വിച്ഛേദിക്കരുത്. യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വചനപ്രകാരം നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ മരിച്ചത്. യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോ നാം ലക്ഷ്യം തെറ്റിപ്പോകരുത്. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ചിലപ്പോ നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോ ചില കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓവർടേക്ക് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന ആളുകളോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. തന്റെ ലക്ഷ്യം, ഡ്രൈവറുടെ ലക്ഷ്യം മുമ്പിലേക്ക് നോക്കി വാഹനം ഓടിക്കേണ്ടതാണ്. എന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചതിന്റെ ഒരു അണ്ണനുണ്ട്. എനിക്ക് ഒരുപാട് അടി നിന്നിട്ട് പറഞ്ഞു, ദൂരെ നോക്കി സൈക്കിൾ ചവിട്ടണം, ആൻഡിൽ നോക്കി സൈക്കിൾ ചവിട്ടിയാൽ നിശ്ചയമായി വിടും.
ലക്ഷ്യം മുമ്പിലേക്കാണെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് ഒരു ബന്ധപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രിസ്തു യേശുവിൽ അത് പിമ്പിലുള്ളത് മറക്കുവാൻ കഴിഞ്ഞാൽ, ക്രിസ്തു യേശുവിന്റെ പരമവിളിയുടെ, എന്നെ നിങ്ങളെ ദൈവം വിളിച്ചത് സാധാരണ വിളിയല്ല, രാജകീയ പുരോഹിത വർഗമായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മെ കുറിച്ച് വലിയ ലക്ഷ്യമാണ് അതെ കർത്താവിനുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ ആ ട്രാക്കിലേക്ക് കയറാൻ മനസ്സില്ലാതെ ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മെ എത്തിക്കാൻ കഴിയാത്തതാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, ഇതൊക്കെ പണ്ടത്തെ ഉപദേശങ്ങളാണ്, പഴയകാല ഉപദേശങ്ങളാണ്. ഒരു വ്യക്തി ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ പറയുന്ന ഉപദേശമാണ്. അതെല്ലാം നമ്മൾ കേട്ടു, പിന്നെ അത് കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അടുത്ത ഭാഗങ്ങളുടെ കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. യേശു ക്രിസ്തുവിനെ കുറിച്ച് ആദ്യം കേട്ടതെന്ന് നിൽക്കരുത്, അതിന്റെ പരിജ്ഞാനത്തിന്റെ പൂർത്തിയിലേക്ക് വരണം. പുതിയത് നമ്മൾ കേൾക്കണം, ഓരോ ദിവസവും പുതിയത്, അല്ലേ? നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് 2 ദിവസം മുട്ട വെച്ചു കൊടുത്തിട്ട് 3-ാം ദിവസം വെച്ചു കൊടുത്താലോ? കുഞ്ഞുങ്ങൾ പറയും, നേരത്തെ ആദ്യം കഴിച്ചതിന്റെ 3-നൊന്നേ കഴിക്കുള്ളൂ. എന്താ കാര്യം? നമ്മളും അങ്ങനെയാണ്, മടുത്തുപോയിരുന്നു. പുതിയതെല്ലാവരും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ ഒരു പുതിയ ദൈവകൃപ എനിക്ക് ഇവിടെ എത്ര പേർ ആഗ്രഹിക്കുന്നു? നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ പുതിയത് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പിമ്പിലുള്ളതിനെ മറക്കാൻ കഴിയുന്നു. ഇന്നലെ യേശുവിനെ സ്വീകരിച്ചതിന്റെ പേരിൽ അനുഭവിച്ച കഷ്ടതയും വേദനയും നിന്ദയും പരിഹാസവും ഒക്കെ മനസ്സോടെ മറക്കാൻ എത്ര കഴിയും? കർത്താവ്, ഞാൻ നിന്നെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് ഇതാണോ കിട്ടിയെന്നുള്ള ചിന്തയല്ല. അതെല്ലാം വിടാം. അതെല്ലാം പഴയ മനുഷ്യന്റെ ചിന്തകളാണ്, ലോക മനുഷ്യന്റെ ചിന്തകളാണ്. ദൈവത്തിലേക്ക് അടുത്തു വരാം, ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് അടുത്തു വരാം. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവ്, ഇനി ഞാൻ എന്തെങ്കിലും വിടാനുണ്ടോ? ഞാൻ ദൈവവേദനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ തികയുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കി ഓടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം പോലെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ കഴിയാതെ വേണം എവിടെയൊക്കെ ഇടർച്ചൽ വന്നിരിക്കുന്നു ഇടയ്ക്ക്. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കി സ്വർഗത്തിലേക്ക് ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടങ്ങും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. കേട്ട വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഏതൊക്കെയോ പുറകിൽ എറിഞ്ഞു കളയണമില്ലേ? ഏതൊക്കെയോ നിന്നെ പുറകിലേക്ക് വലിക്കുന്നില്ലേ? സത്യാരാധനയ്ക്ക് അനുവദിക്കാതെ നിന്നെ പുറകിലേക്ക് വലിക്കുന്ന ഏതോ സ്വാധീനമില്ലേ? ഇന്ന് പലക്കാലം അത് വിട്ടുകളയാൻ മനസ്സുണ്ടോ? അതെല്ലാം ഉപേക്ഷിക്കാൻ മനസ്സോടെ വിട്ടുകളയാൻ മനസ്സുണ്ടോ? ഹൃദയത്തിൽ നിന്ന് അതിനെ പറിച്ചു കളയാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽ പുതിയത് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്നലെ പറഞ്ഞ അന്യഭാഷയല്ല ഇന്നലെ പ്രാപിച്ച ദൈവകൃപയില്ല ഇന്ന് പുതിയത് പ്രാപിക്കുക, വചനത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുക. ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഇന്നലകൾ നീ വായിക്കുമ്പോൾ വചനത്തിന്റെ പൊരുൾ പരിശുദ്ധാത്മാവ് തെളിച്ചു തരുമായിരുന്നു. പക്ഷെ ഇന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് വീണ്ടും പ്രാപിക്കുവാൻ, ചിലതിനെ മറക്കാൻ കഴിയുമോ? ഹൃദയത്തിന്റെ വേദന മറക്കാൻ, ഹൃദയത്തിന്റെ ഭാരത്തെ മറക്കുവാൻ, നിരാശകളെ മാറ്റുവാൻ എത്ര പേർ തയ്യാറാകുന്നു? അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്ന് പകൽക്കാലം ഒരു തീയുടെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുവാൻ, ഒരു പുതിയത് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തമായത് ദൈവം പകരപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് അതിന് വില കൊടുക്കുവാൻ കഴിയും? ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സഹായിക്കുന്ന ദൈവജനത്തെ ഇന്ന് പകൽക്കാലം വിടുവിപ്പാൻ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, ആ സർവശക്തനായ കർത്താവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം
എന്നാൽ പുതിയത് ചിലത് പ്രാപിക്കുവാൻ, പഴയതിനെ വിട്ടുകളയുവാൻ, പഴയതിനെ ഉപേക്ഷിക്കുവാൻ, നിന്റെ വേദനകളെ മറക്ക, ഭാരങ്ങളെ മറക്ക, നിരാശകളെ മറക്ക. രോഗികളായിരിക്കുന്നവർ ദൈവത്തിൽ ഏൽപ്പിച്ചവർ ഇന്നവർ ഇവിടെ ഇറങ്ങുന്ന ദൈവശക്തിയോ എന്നെ ബലപ്പെടുത്തിയ മതിയാവോ, ഞാൻ സൗഖ്യം പ്രാപിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോകുകയുള്ളൂ. എത്ര വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളെ തട്ടി ആ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ശക്തിയോടെ.
പകൽക്കാലമായി ഇത് മാറട്ടെ, പകൽക്കാലമായി ഇത് മാറട്ടെ.
തിരികെ ട്രാക്കിലേക്ക് അവൻ തിരികെ അവൻ ഹല്ലേലൂയ ട്രാക്കിലേക്ക് കയറുന്ന നിന്നെ വ്യതിചലിപ്പിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളും അവൻ ഹല്ലേലൂയ എല്ലാ ചിന്തകളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഫലകാലം നമ്മൾ ഒരുമിച്ചതിനെ ബ്രേക്ക് ചെയ്യുക. Right now, we have said here, lay pramani, yes, the Tara. Chiragan Shamanapara, Yantamanagara, Rigakanami, Ara Pramana, Vatri Manavi Ara, Vaisa Tanavara, Yantan Pramana, Redas Manavi Ara, Rigakanami, Yantan Pramana. ഒരു മഴ പെയ്ത് നടന്നതുപോലെ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ചില ജീവിതങ്ങളെ വിരിച്ചുകൊണ്ടിരിക്കുക. ചില കുടുംബങ്ങളെ കെട്ടുകളെ എന്റെ കർത്താവ് ഐക്യമാക്കിക്കൊണ്ടിരിക്കുക. അത്ഭുതങ്ങളും അറിയാവുന്നതും പ്രവൃത്തികളും ചില അത്ഭുത സാക്ഷ്യങ്ങളെ ദൈവം പുറത്ത് കൊണ്ടുവരിക. ചില വലിയ കെട്ടുക, ചില അന്യായ ബന്ധങ്ങളെ എന്റെ കർത്താവ് അഴിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് മകൾ ശക്തിയോടെ 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 കഴിയാത്ത ദൈവ ശക്തിയോ ദൈവ ശക്തിയോ ദൈവ ശക്തിയോ ദൈവം നിറയ്ക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ അങ്ങ് ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നതിനായി സ്തോത്രം. അനേകം വിടുവിച്ചതിനായി സ്തോത്രം. ചിലതിനെ മറന്നു കളഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ പരമവെളിയുടെ വീടിനായി ലാക്കിലേക്ക് ഓടുക. ഞങ്ങളെ ശക്തീകരിക്കണമേ. ഓ ഇവ കടതരമഹവ. ചിലതിനെ മറന്നു കളയുക, ചിലതിനെ ആഞ്ഞു പിടിക്കുക. ഇന്ന് പകൽ ഞങ്ങൾക്കുള്ള നിത്യതയ്ക്കായി ഓടുക. ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം. പ്രിയപ്പെട്ട യാത്രയിൽ കൂടെ സന്തോഷത്തോടെ ഭവനങ്ങൾ പോയി സ്വഭവനങ്ങളിൽ സ്വസ്ഥമായി വസിച്ച് പിന്നെ ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ അങ്ങ് മറച്ചു വേണം. സകല വിശ്വാസ കുടുംബങ്ങളെ രക്തം കൊണ്ട് മുദ്രവെക്കും. ആർക്കെങ്കിലും വരാൻ കഴിയാത്ത ബലഹീന ഭവനങ്ങളിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അതിവേഗോടുന്ന വാചനം അയച്ച് സൗഖ്യമാക്കണം. ക്രിസ്തുവിന്റെ മാതാവിന്റെ അടുത്ത ആരാധനകൾ കൂടി വരുവാൻ ദൈവം സൗഖ്യമാക്കണം. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കും. പാട്ടുകൾ പാടുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ഓർഗൻ വായിപ്പാൻ, പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം കൃപ ചെയ്തല്ലോ. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം പ്രാപിച്ച വിടുതലുകളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ.